നമ്മൾ നേരെ പോകുന്നത് മഹാരാഷ്ട്രയിലേക്കാണ്. അവിടെ നിർണായകമായ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ നടക്കുന്നു. അജിത് പവാറിന്റെ മരണത്തെ തുടർന്ന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരാകുമെന്നുള്ള കാര്യത്തിൽ ഒരു ഏകദേശം തീരുമാനമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ നിർണായക നീക്കം. പ്രേംലാൽ കൂടി ചേരുന്നുണ്ട് മുംബൈയിൽ നിന്നും. പ്രേംലാൽ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് വൈകിട്ട് സത്യപ്രതിജ്ഞ. ബാരാമതി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിൽ എത്തിക്കാനുള്ള തീരുമാനം. ഇതാണോ നിലവിലത്തെ അവസ്ഥ മഹാരാഷ്ട്രയിൽ? മഹാരാഷ്ട്രയിലെ പുതിയ ഉപമുഖ്യമന്ത്രി NCP നേതാവും അന്തരിച്ച അജിത് പവാറിന്റെ ഭാര്യയുമായ സുനേത്ര പവാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തേക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് മുംബൈയിലെ വിധാൻ ഭവനിൽ NCP നിയമസഭാ കക്ഷി യോഗം ചേരും. ഈ യോഗത്തിൽ സുനേത്ര പവാറിന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചേക്കുമെന്നാണ് സൂചന. തുടർന്ന് വൈകുന്നേരം സത്യപ്രതിജ്ഞ, ഇന്ന് വൈകുന്നേരം തന്നെ സത്യപ്രതിജ്ഞയും ഉണ്ടാകും. അതേസമയം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വലിയ ഒരു പുനഃക്രമീകരണത്തിന്റെ സൂചനകളും പുറത്തു വരുന്നുണ്ട്. പിളർന്നു നിന്നിരുന്ന നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയുടെ 2 വിഭാഗങ്ങളും വീണ്ടും ഒന്നിക്കാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഫെബ്രുവരിയിൽ തന്നെ ലയന സമ്മേളനം നടക്കുമെന്നാണ് സൂചന. അജിത് പവാറിന്റെ വിയോഗത്തിന് പിന്നാലെ പാർട്ടിയെ നയിക്കുന്നതിൽ സുനേത്ര പവാറിന് നിർണായക പങ്ക് ലഭിക്കുമെന്ന വിലയിരുത്തലും ശക്തമാകുന്നുണ്ട്. NCP അജിത് പവാർ വിഭാഗം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസുമായി ചർച്ച നടത്തി. പ്രഫുൽ പട്ടേലിന്റെ നേതൃത്വത്തിലായിരുന്നു കൂടിക്കാഴ്ച. ഇതോടെയാണ് ലയന ചർച്ചകളും വീണ്ടും സജീവമായത്. അജിത് പവാറിന്റെ മരണത്തോടെ ഒഴിവായ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് ഭാര്യ സുനേത്ര പവാറിന്റെ പേര് പാർട്ടി നിർദ്ദേശിച്ചത്. അജിത് പവാർ കൈകാര്യം ചെയ്തിരുന്ന ധനം, എക്സൈസ് വകുപ്പ്, സ്പോർട്സ് എന്നീ വകുപ്പുകൾ NCPയിൽ തന്നെ നിലനിർത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെട്ടു. മന്ത്രിസഭയിലെ ഒഴിവ് ഉടൻ നികത്തുമെന്നും ജനങ്ങളുടെ അഭിപ്രായം കൂടി കണക്കിലെടുത്താകും തീരുമാനമെന്നും പ്രഫുൽ പട്ടേൽ വ്യക്തമാക്കി. സുനേത്ര പവാർ നിലവിൽ രാജ്യസഭാംഗമാണ്. മഹാരാഷ്ട്ര നിയമസഭയുടെ 2 സഭകളിലും അവർ അംഗമല്ല. എന്നാൽ ഭരണഘടനാപരമായി ഉപമുഖ്യമന്ത്രി പദം ഏറ്റെടുക്കുന്നതിൽ തടസ്സമില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മന്ത്രി ഛഗൻ ഭുജ്ബാലാണ് സുനേത്ര പവാറിന്റെ പേര് നിർദ്ദേശിച്ചത്. NCP വർക്കിംഗ് പ്രസിഡന്റ് പ്രഫുൽ പട്ടേൽ പാർട്ടിക്കുള്ളിൽ എതിർപ്പില്ലെന്നും വ്യക്തമാക്കി. അതേസമയം NCPയുടെ തീരുമാനത്തെ സർക്കാർ ബഹുമാനിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും പറഞ്ഞതോടെ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയാകാനുള്ള എല്ലാ വഴികളും തുറന്നു ഇട്ടിരിക്കുകയാണ്. സുനേത്ര പവാർ സത്യപ്രതിജ്ഞ ചെയ്താൽ മഹാരാഷ്ട്രയുടെ ആദ്യ വനിതാ ഉപമുഖ്യമന്ത്രിയാകും. ഇന്ന് നടക്കുന്ന പാർട്ടി യോഗമാണ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുക. ഇതിനിടെയാണ് NCPയുടെ 2 വിഭാഗങ്ങളും വീണ്ടും ഒന്നിക്കാനുള്ള നീക്കങ്ങളും ശക്തമായിരിക്കുന്നത്. ലയന ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെയായിരുന്നു അജിത് പവാറിന്റെ അപ്രതീക്ഷിത മരണവും. ഡിസംബർ, ജനുവരി മാസങ്ങളിൽ ശരത് പവാറും അജിത് പവാറും നിരവധി തവണ കൂടിക്കാഴ്ച നടത്തിയിരുന്നതായി നേതാക്കൾ തന്നെ പറയുന്നുണ്ട്. ലയനം അന്തിമമാക്കാൻ 2 വിഭാഗങ്ങളിലെയും നേതാക്കൾ അടുത്ത ആഴ്ച വീണ്ടും യോഗം ചേരും. വളരെ നിർണായകമായിരിക്കും ആ ഒരു യോഗവും പ്രഖ്യാപനവും. മഹാരാഷ്ട്രയുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ തന്നെ വീണ്ടും മാറി മറിയും. അതേസമയം അജിത് പവാർ പക്ഷത്തെ ചില നേതാക്കൾ ലയനത്തെ എതിർക്കുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ശരത് പവാർ വിഭാഗം വേഗം ലയനം വേണമെന്ന ഒരു നിലപാടിലാണ്. അജിത് പവാറിന്റെ ഒരു വിയോഗം തന്നെ NCPയുടെ രാഷ്ട്രീയ ദിശ മാറ്റുമോ എന്നാണ് ഇപ്പോൾ മഹാരാഷ്ട്ര രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. വിനിഷ, അപ്പോൾ മറ്റു തടസ്സങ്ങളില്ല. സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയായി ഇന്ന് തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും. അത്തരം സൂചനകളാണ് ഇന്ന് പുറത്തു വരുന്നത്. എന്തായാലും ഇന്ന് ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം, ആ യോഗത്തിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം, മറ്റു തീരുമാനങ്ങളെല്ലാം എടുത്തതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. പാർട്ടിയിൽ സുനേത്ര പവാർ ഉപമുഖ്യമന്ത്രിയാകുന്നതിൽ പാർട്ടി വൃത്തങ്ങളിൽ എതിർപ്പുകളൊന്നുമില്ല. പാർട്ടിയുടെ നിർണായക നേതാക്കളായ ഛഗൻ ഭുജ്ബാളും പ്രഫുൽ പട്ടേലും ഇവരെ അംഗീകരിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് പിന്നെ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും ഇതിനോട് അനുകൂലമായ നിലപാടാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്ന യോഗത്തിൽ പ്രഖ്യാപനമുണ്ടാകും. ഇന്ന് തന്നെ വൈകിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാകും.